വൈഖരി 2K26 എന്ന പേരിൽ സ്കൂൾ വാർഷികവും യാത്രയയപ്പ് സമ്മേളനവും കരവാളൂർ ഗവൺമെന്റ് LP സ്കൂൾ പ്രീ പ്രൈമറി സ്കൂളിൽ സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം പുനലൂർ MLA PS സുബാൽ ഭദ്രദീപം തെളിയിച്ച് നിർവഹിച്ചു. 21 വർഷക്കാലം ഒരു സ്കൂളിൽ അധ്യാപികയായി പ്രവർത്തിച്ച് കാൽ നൂറ്റാണ്ടിനടുത്തുള്ള സമയമാണ്. അപ്പോൾ കാൽ നൂറ്റാണ്ടുകാലം ഈ സ്കൂളുമായിട്ടുള്ളൊരു ഹൃദയബന്ധം, വൈകാരികമായ ബന്ധം നമ്മുടെ ടീച്ചർക്കുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ടീച്ചർ 22 വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ച വിദ്യാർത്ഥി ഇന്ന് രീതിയെല്ലാം കഴിഞ്ഞ് അല്ലെങ്കിൽ ജോലിക്കായിട്ടൊക്കെ കയറിയിട്ടുണ്ട്. ടീച്ചർമാരായിട്ട് തന്നെ ഇവിടെ കയറിയിട്ടുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങളെ പഠിക്കുന്നു, സ്വാഭാവികമായി പഠിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയ സൗഭാഗ്യം ടീച്ചർക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജീവിതത്തിലെ ഏറ്റവും നല്ല അനുഭവങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ. തീർച്ചയായിട്ടും നല്ലൊരു ടീച്ചറായി, മാതൃകാ ടീച്ചറായി കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകി അവരെ നല്ല വഴിയിലേക്ക്, പുരോഗതിയിലേക്ക് നയിക്കുവാൻ ടീച്ചർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ടീച്ചറെ അറിയാവുന്ന, എന്നേക്കാൾ അറിയാവുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കൂടുതൽ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പറയേണ്ടതില്ല എന്നാണ് എന്തായാലും കരവാളൂർ സ്കൂളിൽ എത്തുമ്പോൾ വലിയ സന്തോഷം തോന്നുകയാണ്. എല്ലാ സ്കൂളിലേക്കും എത്തിച്ചേരുമ്പോൾ വലിയ സന്തോഷം ഉണ്ടാകാറുണ്ട്. കാരണം പണ്ടൊക്കെ ഒരു വിദ്യാലയത്തിൽ എത്തിച്ചേരുമ്പോൾ നമുക്ക് അവിടുത്തെ സ്കൂളിലെ ഒരു അന്തരീക്ഷം, അല്ലെങ്കിൽ ചോർന്നിരിക്കുന്ന കെട്ടിടങ്ങളും അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യമില്ലാത്ത സ്കൂളുകളുമൊക്കെ കാണുമ്പോൾ നമുക്ക് വലിയ പ്രയാസങ്ങളുണ്ടാകും. പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് ഒരു സ്കൂളിലേക്ക് വരുമ്പോൾ വലിയൊരു സന്തോഷം നൽകുന്ന അനുഭവമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. കാരണം നമ്മുടെ വിദ്യാലയങ്ങളെല്ലാം വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിരിക്കും. വിദ്യാഭ്യാസ മേഖലയിൽ ഗവൺമെന്റിന്റെ ഒരു കരുതൽ നമ്മുടെ വിദ്യാലയങ്ങൾക്കുണ്ടായി, നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടായി എന്നുള്ളത് എടുത്തു പറയേണ്ടത്. അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് നമ്മുടെ കരവാളൂർ ഗവൺമെന്റ് UP സ്കൂൾ, LP സ്കൂൾ ഉൾപ്പെടെയുള്ള നമ്മുടെ ഈ സ്കൂളിനെ സംബന്ധിച്ച് വലിയ. വ്യാഴാഴ്ച രാവിലെ 8:30 ഹെഡ്മിസ്ട്രസ് പതാക ഉയർത്തിയതോടുകൂടിയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് 10 മണി മുതൽ കുട്ടികളുടെ കലാപരിപാടികൾ നടത്തി. കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ K ശരത് കുമാർ അധ്യക്ഷനായിരുന്നു. അനേകം തലമുറകൾക്ക് അക്ഷരവെളിച്ചം പകർന്ന വിജ്ഞാനദീപമായി മാറിയ ഗവൺമെന്റ് LP എന്നാണ് ഈ നോട്ടീസിൽ തന്നെ പറയുന്നത്. അക്ഷരാർത്ഥത്തിൽ ശരിയായിട്ടുള്ള കാര്യമാണ്. അനേകം തലമുറകളെ വിജ്ഞാനത്തിന്റെ മാർഗത്തിലൂടെ വാർത്തെടുക്കാൻ കഴിഞ്ഞ വിദ്യാലയം. ഞാനും ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിയായിരുന്നു എന്നുള്ള സന്തോഷ വാർത്ത അറിയുകയാണ്. 1 മുതൽ 4 ക്ലാസ് വരെ ഈ വിദ്യാലയത്തിൽ പഠിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. ഞാൻ കഴിഞ്ഞൊരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പറയുകയുണ്ടായി, അന്ന് കണ്ട സ്കൂളിന്റെ ഭൗതിക സാഹചര്യമല്ല ഇന്ന് കാണുന്നത്. പടിപടിയായ ഉയർച്ചയുടെ പദവിയിലേക്ക് എത്തിച്ചേരാൻ ഈ വിദ്യാലയത്തിന് സാധിച്ചു എന്നുള്ളതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത്. ധാരാളം അധ്യാപകരുടെ പഠിപ്പിച്ചു, വിരമിച്ചു പോയിട്ടുണ്ട്. എന്നാൽ ജോമോൻ ടീച്ചറിനാണ് ഇത്രയും വർഷകാലം ഈ സ്കൂളിൽ പഠിപ്പിക്കാനുള്ള ഭാഗ്യം ലഭിച്ചത്. തൻ്റെ സർവീസിലെ ഏകദേശം 5 വർഷത്തോളം മാത്രമാണ് മറ്റു സ്കൂളിൽ പഠിപ്പിക്കാൻ ഇടയായത്. ബാക്കിയുള്ള സമയം മുഴുവൻ ഈ സ്കൂളിൽ പഠിപ്പിക്കാനുള്ള അവസരം, ഭാഗ്യം ലഭിച്ചു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. PTA പ്രസിഡന്റ് ബിജു A വർഗീസ് സ്വാഗതം പറഞ്ഞു. നമ്മളുടെ സ്കൂൾ ഇവിടെ സ്ഥാപിതമായിട്ട് ഏതാണ്ട് 100 വർഷത്തോളമാകുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 100 വർഷത്തോളമായി നമ്മുടെ സ്കൂൾ സ്ഥാപിതമാകുന്ന സമയത്ത് മറ്റ് സ്കൂളുകളൊന്നും ഈ പ്രദേശത്തില്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ അതല്ല. അനേക സ്കൂളുകൾ നമ്മുടെ ഈ കരവാളൂർ പരിസരത്തുണ്ട്. എങ്കിലും ഏതൊരു സ്കൂളിനോടും മികവുറ്റമായും മെച്ചമായും ഉയർന്ന നിലയിൽ നമ്മുടെ സ്കൂൾ ഇപ്പോഴും തലയെടുപ്പോടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. കാലത്തിനൊത്ത് നമ്മുടെ സ്കൂൾ ഉണ്ടായ മാറ്റം. കാലത്തിനൊത്ത് നമ്മുടെ സ്കൂളില്, നമ്മുടെ സ്കൂൾ കെട്ടിടത്തിലും
ക്ലാസ് മുറികളിലും പഠന രീതികളിലും ഉണ്ടായ മാറ്റം ഒന്നാണ് നമ്മുടെ സ്കൂളിനെ ഈ മികവുറ്റതാക്കി നിർത്തിയിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ടീച്ചേഴ്സിന്റെയും നാട്ടുകാരുടെയും പഞ്ചായത്തിന്റെയും ഗവൺമെന്റിന്റെയും പൂർണ്ണ പരിശ്രമത്തിന്റെ ഫലമാണ് നമ്മുടെ സ്കൂൾ ഇന്ന് ഈ ഒരു അവസ്ഥയിലൂടെ നിലനിൽക്കുന്നത്. എന്നാൽ ഇതുകൊണ്ട് പൂർണ്ണമായി എന്ന് ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഇനിയും നമുക്ക് കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താനുണ്ട്. നമ്മുടെ കൂടുതൽ മുന്നേറ്റങ്ങൾ കൈവരിക്കാനുണ്ട്. പഠനവും പാഠ്യേതര വിഷയങ്ങളിലും 5 സബ്ജക്റ്റിലെ തന്നെ നമ്മൾ മുന്നിട്ട് നിൽക്കുന്നുവെങ്കിലും അതുകൊണ്ട് ഒന്നുമായില്ല. ഇനിയും മുന്നേറാൻ നമുക്ക് അനവധി ഘട്ടങ്ങൾ കടക്കാനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹെഡ് മിസ്ട്രസ് ബിജിമോൾ RS റിപ്പോർട്ട് അവതരിപ്പിച്ചു. അധ്യാപന സേവനത്തിൽ നിന്നും വിരമിക്കുന്ന ജോമ വർഗീസിനെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകൾക്കുള്ള പ്രത്യേക അനുമോദനം ജില്ലാ പഞ്ചായത്ത് അംഗം സരോജാദേവി നിർവഹിച്ചു. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഏതാണ്ട് 30 വർഷക്കാലമായിട്ട് ഈ സ്കൂളിൽ വന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഈ സ്കൂളിനെ കുറിച്ച് എനിക്ക് ഏറ്റവും നന്നായിട്ട് അറിയാൻ കഴിയും. അതിൻ്റെ ആദ്യ കാലം മുതൽ ഈ സ്കൂൾ എങ്ങനെയായിരുന്നു, ഈ സ്കൂളിലെ ഭൗതിക സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്കറിയാൻ കഴിയും. അപ്പോൾ എൻ്റെ കുട്ടികളും ഈ സ്കൂളിൽ പഠിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും അധികം സന്തോഷമാണ് ഈ സ്കൂളിലേക്ക് കടന്നു വരുമ്പോൾ. സബ് ജില്ലാ ശാസ്ത്രമേള വിജയികളെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷൈൻ ബാബു ആദരിച്ചു. നമ്മുടെ കൊച്ചു കൂട്ടുകാർക്കെല്ലാം ടീച്ചർമാരോടെല്ലാം സ്വാഭാവികമായിട്ട് നമ്മുടെ നാടിന്, നമ്മുടെ കേരള സമൂഹത്തിന് വളരെ വലിയ ബഹുമാനം ഉള്ള ഒന്നാണ് ഈ അധ്യാപകർ എന്ന് പറയുന്നത്. ഇവിടെ ചെന്നാൽ നമുക്ക് സാറുമാരെ കാണുമ്പോൾ ഇനി എത്ര വലിയ ആളായാലും, ഇപ്പോൾ ശരത്തണ്ണൻ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ശരത്തണ്ണനെ പഠിപ്പിച്ച ടീച്ചറെ കാണുമ്പോൾ ശരത്തന് ഉറപ്പായിട്ടും ആ ഒരു ബഹുമാനത്തോട് കൂടിയിട്ട് ചെറുതായിട്ടൊന്ന് തലകുരിച്ച് ടീച്ചറെ പോയി കൈ പിടിക്കുന്ന ഒരു സാഹചര്യം ശരത്തണ്ണനായാലും ഞാൻ അടക്കമുള്ള ആരായാലും അതുണ്ടാകും. അത് നമ്മുടെ കേരളത്തിന്റെ ഒരു ശൈലിയാണ്, നമ്മുടെ ഒരു രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് ടീച്ചറിനോട് എന്നും ആ ബഹുമാനവും ഇഷ്ടവും എല്ലാം എല്ലാവർക്കും ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുകയാണ്. കൂടാതെ വളരെ മാതൃകാപരമായിട്ടാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞാൻ സംസാരിക്കാനായിട്ട് വരുമ്പോൾ അവിടുന്ന് ഒരു അനൗൺസ്മെന്റ് കേട്ടപ്പോൾ ഞെട്ടി. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന സബ് ജില്ലാതല കലാമേള വിജയികളെ കാതികൻ രാജീവ് നരിക്കൽ അനുമോദിച്ചു. സ്കൂൾ വരെ അങ്ങനെ നടന്നാണോ ഇപ്പൊ നിങ്ങൾക്ക് നടക്കണോ? പണ്ട് ഞങ്ങൾക്ക് ഒരു ഡ്രസ്സേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ നിങ്ങൾക്ക് എത്ര ഡ്രസ്സുണ്ട്? പണ്ട് ഞങ്ങൾക്ക് ബാഗ് ഇല്ലായിരുന്നു. അങ്ങനെ കുട്ടികളിങ്ങനെ താരതമ്യപ്പെടുത്താറുണ്ട്. പക്ഷേ നമ്മൾ പഴയ കാലഘട്ടവും പുതിയ കാലഘട്ടവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എല്ലാവരും പറയും പണ്ടത്തെ ആയിരുന്നു എല്ലാം നല്ലത്. അങ്ങനെയല്ല. നമുക്ക് ഈ പുതിയ കാലഘട്ടത്തിൽ എത്രയോ മാറ്റങ്ങൾ നമ്മുടെ MLAയും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും പറഞ്ഞത് സ്കൂളുകളുണ്ടായ മാറ്റം, നാട്ടിലുണ്ടായ മാറ്റം. പണ്ടൊക്കെ നമ്മൾ പുറത്തോട്ടിറങ്ങുമ്പോൾ എവിടെ ചെന്നാലും വൃത്തിഹീനമായ അന്തരീക്ഷവും പട്ടിണിയും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും ഒക്കെ. ഇപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെട്ടില്ലേ? ഇപ്പോൾ നമുക്ക് എന്ത് മനോഹരമായ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് നിങ്ങളൊക്കെ ഇരിക്കുന്നത് അല്ലേ? പണ്ട് സത്യമാണ്, ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നത് സത്യമാണ്. അന്ന് ഞങ്ങൾക്ക് ഈ ഓണവും സ്കൂൾ തുറക്കുന്ന സമയത്തൊക്കെയാണ് പുതിയ ഡ്രസ്സുകളൊക്കെ കിട്ടുന്നത്. ഇപ്പം അങ്ങനെയല്ലല്ലോ. ഇപ്പം ഏതൊരു ഫംഗ്ഷനും, ഇപ്പോൾ വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ ഓരോ ഫംഗ്ഷനും ഓരോ സാരി, ഓരോ ഡ്രസ്സ്, ഇങ്ങനെയൊക്കെയല്ലേ. സ്കൂൾ കലാമേള സമ്മാന വിതരണം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജിഷ മുരളി നിർവഹിച്ചു. തുടർന്ന് കിഡ്സ് ഫെസ്റ്റ് സമ്മാന വിതരണം വാർഡ് മെമ്പർ ആശ സുധീഷ് നിർവഹിച്ചു. കരവാളൂർ AMMHS ഹെഡ് മിസ്ട്രസ് സുജ P. മാത്യു, റിട്ടയർഡ് HM പ്രീത K, അധ്യാപകൻ മനു C, അധ്യാപികമാരായ രശ്മി TS, ദീപ റാണി, സവിത വിനോദ്, അശ്വനി, ജ്യോതി, അരുന്ധതി VS എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. സീനിയർ അസിസ്റ്റന്റ് ജോമ വർഗീസ് മറുമൊഴി പറഞ്ഞു. പ്രധാനപ്പെട്ട കാരണക്കാരൻ എൻ്റെ ഭർത്താവാണ്. കാരണം ഇവിടെ ഇരിക്കുന്ന നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സരസാർ, അതുപോലെ പ്രിയ ടീച്ചറിന്റെ കുടുംബത്തിന്റെ സ്നേഹം. അപ്പോൾ എപ്പോഴും പറയുന്നത് നമ്മുടെ ജോസാറിന്റെ ഭാര്യ, ആ ഒരു സ്നേഹം ഒത്തിരി ഞാൻ അനുഭവിച്ചൊരു സ്നേഹവും ആ ബഹുമാനവും ഒക്കെ സാറ് ഒത്തിരി എനിക്ക് തന്നിട്ടുണ്ട്. അത് ഇപ്പൊ ഓർത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല എനിക്ക്. ടീച്ചറായാലും അത് തന്നെ, അതുപോലെ തന്നെ സാറും സാറിന്റെ കുടുംബവും ഒക്കെ ഒത്തിരി എന്നെ ഒരു ബഹുമാന സ്നേഹം, അതായത് കരവള സ്കൂളിലെ അധ്യാപിക എന്നുള്ള നിലയ്ക്കല്ല ആ സ്നേഹവും ബഹുമാനവും ഞാൻ അനുഭവിച്ചിട്ടുള്ളത്. അതിന് ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു.
സ്റ്റാഫ് സെക്രട്ടറി ബിന്ദു കൃഷ്ണ നന്ദി പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ മാറ്റുരച്ചു. ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ. നമ്മുടെ പുനലൂർ NK-Silks വെഡിങ് മോളിലെ ഓഫർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. മാർച്ച് 10, അതായത് ഇന്ന് മുതലാണ് നമ്മൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. മാർച്ച് 20 വരെയാണ് ഈ ഒരു അടിപൊളി ഓഫർ പോകുന്നത്. ഈ ഷർട്ട്സിന്റെ ഒക്കെ റേറ്റ് എത്രയാണെന്ന് അറിയാമോ? വെറും 155 രൂപ. വെറും 20 രൂപ മുതലാട്ടോ കിഡ്സിന്റെ ഡ്രസ് വരുന്നത്. LP, വാൻ ഹുസൈൻ, ഓട്ടോ തുടങ്ങിയ എല്ലാ ബ്രാൻഡഡ് ഷർട്ട്സും 70% ഓഫറാണ്. വെറും 65 രൂപയ്ക്കാണ് നമുക്ക് കിഡ്സിന്റെ ഫ്രോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. വെറും 95 രൂപ തൊട്ടാണ് കിഡ്സിന്റെ ജീൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കിഡ്സിന്റെ പാർട്ടി വെയർ എത്രയാണെന്ന് അറിയാമോ? വെറും 195 രൂപയേ ഉള്ളൂ. ഇത് കിഡ്സിന് വേണ്ടിയിട്ടുള്ള സെക്ഷൻ ആണ്. ഇതിന് ഏത് ഡ്രസ് എടുത്താലും വെറും 95 രൂപയേ ഉള്ളൂ. ഈ കാണുന്ന നൈറ്റീസ് എല്ലാം തന്നെ 80 രൂപയാണ് കേട്ടോ സ്റ്റാർട്ടിങ് വരുന്നത്. ഈ കാണുന്ന ലേഡീസിന്റെ ടോപ്പ് എല്ലാം 95 രൂപയാണ് സ്റ്റാർട്ടിങ്. 160 രൂപ തൊട്ട് ലേഡീസിന്റെ കോട്ട് സെറ്റ് 3 പീസ് സ്റ്റാർട്ട് ചെയ്യണ എത്രയാണെന്ന് അറിയാമോ? വെറും 195 രൂപയ്ക്കാണ്. കെട്ട് പോലും പൊട്ടിച്ചിട്ടുള്ള നല്ല കിടിലൻ സാരിയാണ്. ഇതിന്റെ റേറ്റ് എത്രയാണെന്ന് നിങ്ങൾ ഞെട്ടിപ്പോവും. വെറും 120 രൂപയേ ഉള്ളൂ കേട്ടോ. ഇത് മാത്രമല്ല, ഇത് കംപ്ലീറ്റ് സെക്ഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കയ്യിലൊക്കെ സ്റ്റാർട്ടിംഗ് റേറ്റ് എത്രയാണെന്ന് അറിയാമോ? വെറും 65 രൂപയേ ഉള്ളൂ. ഈ സെക്ഷൻ ഫുള്ള് മുണ്ടുകളാണ് കേട്ടോ. മുണ്ടുകളുടെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അത് ഏറ്റവും കുറഞ്ഞ റേറ്റില്. ബോയ്സിന്റെ പാർട്ടി വെയർ കളക്ഷൻ 195 രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
വരുന്നത്. കുഞ്ഞുങ്ങൾക്കായിട്ട് ട്രഡീഷണൽ വെയർ ആണ് ഇനി നോക്കുന്നതെങ്കിൽ അതുകൊണ്ട് വെറും 95 രൂപ സ്റ്റാർട്ടിംഗ് ആണ്. 1490 രൂപയുടെ ഒരു ബെഡ്ഷീറ്റ് വാങ്ങുമ്പോൾ 4 ബെഡ്ഷീറ്റ് ഫ്രീ. അതായത് ടോട്ടൽ 5 എണ്ണം നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാം. മാർച്ച് 20 വരെയാണ് നമുക്ക് ഈ ഓഫർ ഉള്ളത്. നല്ല തിരക്കാണ്. ഒരു സൈഡിൽ കൂടെ കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരു സൈഡിൽ കൂടെ നമ്മൾ സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കൂടാതെ ഇവിടുന്ന് പർച്ചേസ് ചെയ്യണം, നിങ്ങൾ എന്ത് സാധനം പർച്ചേസ് ചെയ്താലും നിങ്ങൾക്ക് ഒരു കൂപ്പൺ കിട്ടുന്നതാണ്. ആ കൂപ്പൺ ഫിൽ ചെയ്തിട്ടാൽ ഭാഗ്യശാലിക്ക് ലഭിക്കാൻ പോകുന്നത് സ്വർണ്ണ നാണയമാണ്. അപ്പൊ വിന്നറിനെ പ്രഖ്യാപിക്കുന്നത് മാർച്ച് 20 തീയതി വൈകുന്നേരം 5 മണിക്ക് നമ്മുടെ പുനലൂരുള്ള NK സിൽക്സ് വെഡിങ് മാളിൽ വെച്ചിട്ടാണ്. അപ്പൊ എല്ലാവരും ഉണ്ടാകണം. അപ്പൊ എങ്ങനെയാ നിങ്ങളുടെ പർച്ചേസ് സ്റ്റാർട്ട് ചെയ്യുകയല്ലേ?